ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. കൂമന് ശേഷം ആസിഫ് അലി, ജിത്തു ജോസഫ് ഒന്നിക്കുന്ന കിഷ്കിന്ദ കാണ്ഡത്തിന് ശേഷം ആസിഫ് അലി, അപർണ ബാലമുരളി ഒന്നിക്കുന്ന മിറാജ് ഇംഗ്ലീഷിൽ മിറാജ് എന്നും വരുന്നുണ്ട്. ബട്ട് ഇതിൽ കറക്റ്റ് ഏതാണ് ഗൈസ്? മിറാജ് ആണോ മിറാജ് ആണോ നിങ്ങൾ പറ. അപ്പൊ അതിന്റെ ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന. വാ. സരിഗമ എന്തായിരുന്നു പർപ്പസ്? അതെന്നാ സാർ എനിക്ക് അറിയണ്ടത്. കിരൺ എന്തിനാ എന്നോട് നുണ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ത്രില്ലർ. ഞാനൊരു ഓൺലൈൻ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടറാണ്. ദിസ് ഇസ് പ്യൂർ ഫാക്ട്. ഞാൻ ഉങ്ങളുടെ சதீஷ் கோ சிச்சுவேஷன்ல உங்களுக்கு போலீஸ் ஹெல்ப் பண்றத தவிர வேற எந்த வழியும் இல்லை. ஐ மீன் பெஸ்ட் சான்ஸ் ஃபார் சர்வைவல். You don't know the height of the situation. ഏതോ ഒരു സിനിമയിൽ കണ്ട സീന് പോലെ ഒരു തോന്നൽ. ബിഗ് ബോസ് അർജുൻ അവരെന്തോ വിളിക്കുന്നുണ്ട്. கிரணோட சேர்ந்து அவன் வேலை பார்க்கறான்னா இனிமே அவன் உயிரோடவே இருக்கக்கூடாது. അവന് ബോധം തെളിയുന്നവരെ അവൻ സേഫാ. അത് കഴിഞ്ഞ് ആരൊക്കെ അന്വേഷിച്ചു വരുന്നത് പറയാൻ പറ്റില്ല. ചെന്നൈയിലെ ഷൂട്ടിംഗ് കൊണ്ട് ഫുൾ തമിഴ് ആൾക്കാർ. മിറാജ് ആക്ച്വലി ഈ മിറാഷിന്റെ മീനിങ് വരുന്നത് നമ്മളെ ഈ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമ്മളെ ഈ ദൂരത്ത് നോക്കുമ്പോൾ റോഡിൽ വെള്ളം കിടക്കും, അങ്ങനെ എന്തൊരു സെറ്റപ്പ് എന്നൊക്കെ പറയുന്ന എന്തോ ഒരു കാണുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ അവിടെ വെള്ളം ഉണ്ടെന്ന്. പക്ഷെ ബട്ട് ആക്ച്വലി അവിടെ വെള്ളം ഇല്ല. ആൻഡ് ഈ സിനിമ ഇത് ഹിന്ദിയിലൊക്കെ പോയിട്ടുണ്ട്. ജിത്തു ജോസഫ് എന്നൊരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്. ഇത്രമാത്രം കറക്റ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹിന്ദിയിലൊക്കെ പോയി കാണാൻ ഇത് കൂടുതലും ഫീമെയിൽ ഓറിയന്റഡ് മൂവിയാണ്. ഫീമെയിൽ ലീഡിനാണ് റോൾ കൂടുതലെന്നാണ്. അതുകൊണ്ട് ഹിന്ദിയിൽ ഇത് റിജക്ട് ചെയ്തു എന്നാണ് അങ്ങനെ ഞാൻ അറിഞ്ഞത്. ബട്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ ആസിഫ് അലി അത് ചൂസ് ചെയ്തു. കൺഫേം ആസിഫ് അലി ഈസ് എ ഈഗോലെസ് മാൻ. കാണാം ലീഡ് റോൾ അല്ലാതിരുന്നിട്ടും കൂടെ അഭിനയിച്ചില്ലേ. ആൻഡ് ജിത്തു ജോസഫും ത്രില്ലറും ഒരു ബീഫും പെറോട്ടയും കോംബോ ആണ്. കണ്ടറിയാം. മിറാജ്